കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കോൺഗ്രസിന് ഇനി സ്ഥാനമില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. സംസ്ഥാനത്ത് ഇനി ഒരിക്കലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി കുപ്പായമിട്ട് നടക്കാമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം വെറുതെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ്. സംസ്ഥാനം ഒരു പുതിയ നാടായി രൂപപ്പെടുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഈ പുതിയ കേരളത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഐശ്വര്യസമൃദ്ധമായ പുതിയ കേരളത്തോടൊപ്പമാണത് ജനങ്ങൾ നിലകൊള്ളുന്നത്. ഇവിടെ കുറെ ആളുകൾ മുഖ്യമന്ത്രിയാകാൻ പുറപ്പെട്ടിട്ടുണ്ട്. ആര് മുഖ്യമന്ത്രിയാവാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവർ ആരും ഇനി മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടാകില്ലെന്നും EP പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ മുതലെടുത്ത് മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കുമെന്നോ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുമെന്നോ ഇടതുപക്ഷ വിരോധികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ചൊല്ലി മുന്നണിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെല്ലാം പൊതുവായി ചർച്ച ചെയ്ത് കേരളത്തിന്റെ താൽപര്യങ്ങളും കേരളത്തിലെ ജനതയുടെ താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മുന്നണിയിലെ ഘടക പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ പറയുകയും ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യും. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് സമ്മതിക്കില്ല. ഇവിടെ കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ CPIക്ക് അവ്യക്തത ഉണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. DYFIക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണമെന്നും ജയരാജൻ പറഞ്ഞു. സമരം ചെയ്തവർക്കെതിരെ സർക്കാർ കർശന നടപടി എടുക്കണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. DYFI നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.